അവൻ ഇതിനകത്തുണ്ട് അല്ലേ? ആര്? ആരെന്ന് ഞാൻ പറയണോ കൊച്ചേ? ഇറക്കി വിടെ. ആരുടെ കാര്യം നിങ്ങൾ പറയുന്നത്? നിന്റെ അമ്മയുടെ കെട്ടിയവൻ പൊപ്പനവൻ ഇറക്കി വിടറി. എന്താ നിങ്ങൾക്ക് വേണ്ടത്? വീട്ടിനകത്ത് കയറി അക്രമം കാണിക്കുന്നോ? അവന്റെ ശവോടൊക്കെ നടത്താൻ വേണ്ടിയാണ് ഞങ്ങൾ കുറേമാർ ഉറക്കം വിളക്കുന്നത്. ഇറക്കി വിടറിയവനെ. നിന്നെ കൊന്നാൽ അവൻ ഇറങ്ങി വരുമല്ലോ. ഡോക്ടർക്ക് എന്തെങ്കിലും? എനിക്കൊന്നും പറ്റിയിട്ടില്ല. പേടിക്കണ്ട, ഇനി ആരും വരില്ല. വന്നാൽ തന്നെ ഇപ്പൊ ഓടി വന്നിട്ട് നോക്കിക്കോളൂ. ഇല്ല ഡോക്ടർ, ഇപ്പൊ പോയെങ്കിലും അവർ തിരിച്ചു വരും. എന്നെ ഉപേക്ഷിച്ച് അവർ ദൂരെ എവിടെയും പോവില്ല. ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അത് ഡോക്ടറുടെ ജീവന് തന്നെ ആപത്താവും. എന്ത് തന്നെ ആയാലും ഈ രാത്രി നിങ്ങളെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. വരൂ. കാണുന്നത് ബസ് സ്റ്റാൻഡ്. ഞാൻ അവിടെ വരെ വരണോ? വേണ്ട ഡോക്ടർ, ഞങ്ങൾ പൊയ്ക്കോളാം. ഗൗരിയുടെ കയ്യിൽ അഡ്രസ് കൊടുത്തിട്ടുണ്ട്. നാട്ടിലെത്തിയ ശേഷം എഴുതി അറിയിക്കണം. സേഫായിട്ട് എത്തിയെന്ന് മാത്രം. തീർച്ചയായും. ഇനി ഒരിക്കൽ കാണാൻ കഴിയുമെന്ന് ഐ ഹോപ്പ് സോ. വരട്ടെ ഗൗരി. ടേക്ക് ഗുഡ് കെയർ. ഇവിടെ നിന്നോളൂ, ഞാൻ അന്വേഷിച്ചിട്ട് വരാം. ഈ പാലക്കാട് ബസ് ഒന്നും കിടയാതപ്പാ. ഒരു ബസ്സും ഇല്ലേ? ഒന്നുമില്ലപ്പാ, എല്ലാം സൈക്ക്. അല്ല വേലച്ചാമി, അത്ര എളുപ്പമൊന്നും നമ്മൾ രക്ഷപ്പെടില്ല. ബസ്സുകാര് പണിമുടക്കില്ല. ആ, ഒരു ബസ്സും എങ്ങോട്ടും പോണില്ലാന്ന്. ജീവനക്കാര് അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സിന്റെ പിണ്ണവടി യന്ത്രത്തിന് പോണു അത്രേ. അപ്പൊ ഇനി എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്തും ചെയ്യാം. വാ.
അയ്യോ മാറി ഇന്ന് നിന്റെ പണി ഞാൻ തീർക്കും. എവറാ എടാ മര്യാദക്ക് എന്റെ കണ്ണുമെട്ടത്ത് വരുന്ന നിനക്ക് നല്ലതല്ല. ലിവർ ഒന്ന് താഴെ നീ ഇതിനടി കയറിയിരിക്കുന്നത് ഇന്ന് നിന്നെ ഞാൻ നിന്നോട് ഞാൻ ടയർ മരണം പറഞ്ഞിട്ട് നീ ആഴമായി നോക്കി നടക്കായിരുന്നു. ഇന്ന് നിന്റെ അവസാനത്തെ ട്രിപ്പാ. അല്ല കൊല്ലല്ലേ ഞാൻ ചത്താ പിന്നെ നിങ്ങക്ക് ലോങ് പോവാൻ ആരാ ഉണ്ടാവുക? അതെങ്കിലും ആലോചിക്കും. നിന്നെ നിന്നെ എന്നാ വേണ്ടെന്ന് എനിക്കറിയോ. ഹലോ ഹലോ അല്ല അല്ലാ വിശേട്ടേ ജോസേട്ടാ നമ്മളെ അപ്പേട്ടൻ പറഞ്ഞ ആളാ. നിങ്ങള് നല്ല പണിയാ കാണിച്ചേ ജോസേട്ടാ. ഓഹോ ഇതാണോ പാർട്ടി? ആ അതെ. അല്ല നിങ്ങക്കെന്താ ഇവിടെ പരിപാടി? ബസ് സമരത്തിന്റെ കാര്യം ഇപ്പോഴാ അറിഞ്ഞത്. എന്നാ നമ്മളെ കൂടെ പോരി അല്ലേ ജോസേട്ടാ? ആ ഇവിടെ വെച്ച് കാണാനും ഒരുമിച്ച് പോകാനുമായിരിക്കും വിധി അല്ലേ? അതെ അതെ. എന്നാ പിന്നെ ബാക്കി പോണ വഴിക്ക് പറയാം. വരീന്ന് വരീന്ന് വാ നേരെ മുകളിലേക്ക് കയറിക്കോളി. അന്ന് ഗൗരിയും കൊണ്ട് പട്ടേലിന്റെ താവളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചപ്പോ ജീവൻ പണയം വെച്ചുള്ള കളിയാണതെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ എനിക്ക് പകരം പാവം അപ്പുവിന് ബലിയാടാകേണ്ടി വന്നു. നെഞ്ചിൽ കത്തിയിറങ്ങുമ്പോ അവൻ വിളിച്ച് പറയുകയായിരുന്നു, എത്രയും വേഗം രക്ഷപ്പെട്ടോളൂ. അച്ഛനെ ഈ കളിയിൽ ദാ ഈ നിമിഷം തൊട്ട് ഞാൻ എന്റെ ജീവൻ കൂടെ വെക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇനിയുള്ള വഴിയിൽ എന്തു വന്നാലും നമ്മൾ ഒരുമിച്ച് നേരിടും. ചത്തു വീഴുന്നതിന് മുമ്പ് കഴിയാവുന്നതിന്റെ ഒക്കെ പണ്ട കുത്തിയാ പുറത്തിടും. അപ്പേട്ടനെ കൊന്ന പന്നീനങ്ങൾ എനിക്കൊന്ന് കാണിച്ചേരി. ഓന്റെ സെന്റർ ബോൾട്ട് ഞാൻ ഊരും. ചുമ്മാ ചളവള വർത്താനം വിളിച്ചു പറഞ്ഞ് അവസാനം വാലും ചുരുട്ടി ഓടിയാണ്ടല്ലോ എന്റെ കൈയടപ്പ് തീർക്കുന്നതിന്റെ പള്ളക്കായിരിക്കും. ജോസേട്ടാ ഇത് പഴയ കുഞ്ഞമ്മതല്ല. പണ്ട് ഞാൻ തല്ലും അടിയും കണ്ട ഓടലുണ്ട്. പക്ഷെ ഇത് വിഷയം വേറെയല്ലേ? ജോസ് അതാ അവന്മാര്. ആരാ? പട്ടേലിന്റെ ആൾക്കാർ. അപ്പൊ നേരെ കൊണ്ട് കേറ്റല്ലേ? വേണ്ട, ആപത്ത് വിളിച്ചു വരുത്തണ്ട. അത് ബുദ്ധിയാവില്ല. ജോസേട്ടാ നിങ്ങളൊന്ന് റിവേഴ്സ് എടുത്തോളി. അമുക്കളെടുത്ത് ചിലപ്പോ തോക്കുണ്ടാവും. ആ വഴി ഉണ്ടാക്കാം. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കേ. അങ്ങോട്ട് കയറിക്കേ. ആ കേറ്. വാ കേറ് കൊച്ചേ. പേടിക്കണമെന്ന്. ആ കേറ്. सब गाड़ियां चेक करो जल्दी. അവനെ വിട്ടോ. ആ നിർത്ത് 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 നിർത്ത പുറത്ത് ഇറങ്ങാൻ. ഇറങ്ങാൻ എന്നാ കോപ്പേ ദാദാ പീസ് വേണ്ട കേട്ടോ. ആ സൈസ് എടുക്കുക. നിർത്ത് കയറി നോക്കണം. മാറണോ? എന്തേ ചെക്ക് എങ്ങനെ മനസ്സിലായില്ല? ഓട്ടറാ കുഞ്ഞാമതേ, പിള്ളേരുടെ ആഗ്രഹമല്ലേ. ആ എന്താണ് അതിനകത്ത്? ബീഹാറിൽ നിന്ന് കൊണ്ടുവരുന്ന 2 ആനകളാ, ഒരു കൊമ്പനും ഒരു പിടി. എവിടേക്ക് പോണ വണ്ടിയാടാ? കേരളത്തിലെ. മാറടാ മാറടാ. എന്താടാ ഇത്? എന്താടാ ഇത്? തുണിയാ, പാർസൽ കേരളത്തിലേക്ക്. ഡോർ തുറക്കണം. എന്നാത്തിനാ തുറക്കണം?
തുറക്കാനാ പറഞ്ഞത്. തുറക്കടാ. ഈ എടുക്കട്ടെ.